ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ നാട്ടിൽ കൂടെ ഒക്കെ തീരും. കാര്യം കള്ളി എന്നുള്ള പേരായിപ്പോയി. അപ്പോഴാണ് ഈ പ്രസन्न എന്ന് പറഞ്ഞ പോലീസ് പറഞ്ഞത് ടോയ്ലറ്റിൽ ബക്കൽ വെള്ളം ഉയർത്തി കുടിച്ചു. മാല കെട്ടി അവർക്ക് പരാതിയില്ല, പക്ഷേ എന്നിരുന്നാൽ റിമാൻഡ് ചെയ്യും. FIR എഴുതിപ്പോയിരുന്നു. ഈ കവടിയാറും ഈ അമ്പലമുക്കും ഭാഗത്ത് നിന്നെ കണ്ടുപോയി നാട് വിട്ടേ വിട്ടോളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ പാറ്റൊന്ന് സംസാരിക്കണം. അപ്പോഴോ പോലീസുകാരൻ പറഞ്ഞത് പേരറിയിൽ അടുത്ത് നേരത്തെ കാറ്റില്ല പോലീസുകാർക്ക്. അപ്പോൾ തെറി വിളിച്ചിട്ട് ഒരു പ്രതിയെ കിട്ടിയപ്പോൾ നീയൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവന്നു. രാത്രി 8:30 മണിക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് അറിയുന്നു. എന്താണ് പറഞ്ഞത്? ഇവിടെ വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മദ്നാക്കിൽ ഞാൻ കസ്റ്റഡിയൊക്കെ എടുത്തിട്ട് പോയി. അണ്ണ ഇരിയണ്ണ മേടം ഇരിയെന്ന് പറഞ്ഞു. അപ്പോഴും അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയിട്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് അപ്പോൾ എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത്, ചേട്ടാ എന്നെ മാല മോഷണം കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു. അവർ എന്നെ ഇത്രയേറെ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന മൂവലും അവർ തന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഇവിടെ ഞാൻ കാര്യം പിടിച്ച് പറയുന്നു സാറന്മാർക്ക്, സാറ് ഞങ്ങൾ രാവിലെ ഞാൻ കൊണ്ട് ഹാജരാക്കുക. അതിൻ്റെ ഹാജരാക്കുക പിന്നീടാവട്ട് സ്റ്റേഷനിൽ വന്നിട്ട് SI പറയുന്ന ലെവലിൽ പോകുമെന്ന് പറഞ്ഞു. ആ രാത്രി ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഏകദേശം 9 മണിയൊക്കെ ആവും എന്ന് തോന്നുന്നു. സമയം നമ്മൾ അന്നേരം നോക്കാൻ പറ്റില്ല. പോകുന്ന സമയത്ത് ഒരു പോലീസുകാരെ പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. കാറെന്ന് പറഞ്ഞാൽ ഈ ഓവനഡാനിൻ്റെ കാറെന്നാണ് പറഞ്ഞത്. അവരാണ് കൊടുത്ത് വിട്ടത്. അന്നേരം ആ പുള്ളി കയറി അവിടെ ഉണ്ട്. ആ കാറിലാണ് വന്നെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഞാൻ വിചാരിച്ചത് പോലീസ് ആകുമ്പോൾ പോലീസ് വണ്ടിയിലല്ലേ വരുള്ളൂ, ജീപ്പിലല്ലേ വരുള്ളൂ. അതല്ല, കാറിലാണ് വന്നത്. ആ കാറിൽ വന്നിട്ട് അപ്പം അവിടെ ചെന്ന സമയത്ത് ഒരു പോലീസുകാരൻ പറഞ്ഞു, വേണ്ട നിങ്ങൾ കയറ് എന്ന് പറഞ്ഞപ്പോൾ മറ്റേ പോലീസുകാർ ഈ എൻ്റെ ഭാര്യയെ തെറി വിളിച്ച ആ പോലീസുകാരൻ വേണ്ട കയറണ്ട, ഹോട്ടലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതാ സംഭവിക്കുന്നത്. ഞങ്ങൾ നൂരെ ഇവരെ ബാക്കിൽ നിന്ന് ഓട്ടോയിൽ 100 സ്റ്റേഷൻ്റെ അവിടെ ചെല്ലുന്നു. ഒരു 5 മിനിറ്റ്. പിന്നെ പെട്ടെന്ന് ചെന്നാക്കിൽ അവർ കയറ്റില്ലല്ലോ. അവരായ കാര്യങ്ങൾ നോക്കുമല്ലോ. പോലീസുകാർക്ക് അങ്ങനെ ഒരു റൂളുണ്ടല്ലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കണം. അപ്പോഴോ പോലീസുകാരൻ പറഞ്ഞത് പേരറിയിൽ അടുത്ത് നേരത്തെ കാറ്റില്ല ആ പോലീസുകാരുടെ. അപ്പോൾ ഒരു തെറി വിളിച്ചിട്ട്, നീ മാത്രമേ എൻ്റെ ഭാര്യയെ കണ്ടുപോയില്ല, അപ്പോൾ എൻ്റെ ഭാര്യയെ കണ്ടുകൂടാ. അതെന്ത് ഞാൻ 1 മിനിറ്റ് ഞാൻ പേടിച്ച് മാറിയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഹോട്ടലാണല്ലോ. പിന്നെ നമുക്ക് ഒന്ന് പേടിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ മാറിയെന്ന് ഒരു 10:30 വരെ. അപ്പം എൻ്റെ ഭാര്യ അവിടെ നിന്ന് എന്നെ വിളിക്കുക, എന്നെ കാര്യം പറയാനാണ് വിളിക്കുന്നത്. പക്ഷേ യവന്മാരെ അനുവദിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ഒരു 10:30 വരെ ഇരുന്നു. അപ്പോൾ ഇവിടെ റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയി. ഒരു 10:30 ഇരുന്ന സമയത്ത് ഒരു പരിസരം നാളെ വീട്ടിലൊക്കെ പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ മോനത്തൊക്കെ പറഞ്ഞു, എൻ്റെ ചേട്ടത്തിൻ്റെ മോനത്തൊക്കെ പറഞ്ഞു, മക്കളെ ഒരു വെള്ളവും ഇത്തിരി ആഹാരം പഠിച്ചോളൂ കൂട്ടും, അത് കഴിക്കട്ടെ, പിന്നെ നാളെ രാവിലെ ആകുമ്പോൾ എന്തെങ്കിലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇത് കൊണ്ടു കൊടുക്കുമ്പോഴാണ് ആ പോലീസിനോട് ഇവിടെ വന്ന 2 പേരിൽ ഈ 2 പേരിൽ ഒരു പള്ളു വിളിച്ചതും ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് എൻ്റെ മോനൊക്കെ പറയണത്, ഒരു പ്രതിയെ കിട്ടിയപ്പോൾ നീയൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവന്നത്, എൻ്റെ ഭാര്യനെ ഞാൻ കൊല്ലാവുന്നു. അതും ശ്രമിച്ചു, അതും കൊടുത്തില്ല. പിറ്റേന്നാണ് എൻ്റെ ഭാര്യ എൻ്റെ പറയണത്. ഇറക്കി വിട്ട് വന്നതിന് ശേഷം 3:30 മണി വരെ എൻ്റെ ഭാര്യ അത്രയും മേൽ അവർ ചോദ്യം ചെയ്ത് ഉറങ്ങാൻ പോലും താമസിക്കാത്തില്ല വില്ല്. വില്ല്. ഇതിനിടയ്ക്കാണ് 2 മണിയൊക്കെ ആവുന്നു അവൾ പറഞ്ഞു. ഞാൻ ചേട്ടത്തിൽ വെള്ളം ചോദിച്ചു. അപ്പോഴാണ് ഈ പ്രസन्न എന്ന് പറഞ്ഞ പോലീസുകാർ പറഞ്ഞതെന്ന് ടോയ്ലറ്റിൽ ബക്കൽ വെള്ളം പോയെടുത്ത് കുടിക്കുക. അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യർക്കും. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു പറയും സമാധാനപ്പെടുത്തും. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ അത്രയും മാനസികമായിട്ട് തറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് പോയാലോ. 4 ദിവസം വരെ ഞങ്ങളിവിടെ ഇവിടെ ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കേട്ട് പിടിച്ച് മേളിലുള്ളൊരു ചേട്ടന വന്നത്, ബോസ് എന്ന് പറയുന്ന ആൾ. അയാളാ ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോസ് എന്ന് പറയും. അങ്ങനെ വന്ന് ഇവിടെ
എന്താണ് നീ പോയിട്ട് കാര്യം തടയുക പറഞ്ഞാണ് പരാതിയില്ലെന്ന് പറയുന്നു. ഈ പരാതിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഈ പരാതിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്തിനാ പറഞ്ഞു? ഞാൻ പറഞ്ഞ് എൻ്റെ അടുക്കല്ല പറഞ്ഞത്, വേറൊരു റിട്ടയർഡായ ഒരു പോലീസുകാർ ബൈജു എന്ന് പറയുന്ന ഒരു പോലീസുകാരുണ്ട്. ആ പോലീസിനൊക്കെ പറയണത് മാല കെട്ടി അവർക്ക് പരാതിയില്ല, പക്ഷേ എന്നിരുന്നാൽ റിമാൻഡ് ചെയ്യും, FIR എഴുതി പോയത്. ഞാൻ പറഞ്ഞു മാല കെട്ടിയിട്ട് പിന്നെ ഇത് വിഷമമായി പോയിട്ട് മാല കെട്ടിയിട്ട് പിന്നെ എൻ്റെ ഭാര്യയെ കൊണ്ട് പോകണം. അത് FIR എഴുതിയതിനും കൊണ്ട് ചിലപ്പം ഒരു ദിവസം അവിടെ കിടത്തും എന്നും പറയണം. എന്നിട്ടും പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂർ നില്ല് ചിലപ്പം വിട്ടാലും. പക്ഷേ അതിന് മുമ്പേ ഇയാളിനെ വെറുതെ വിട്ടേനും. ഞാൻ അവിടെ എത്തുന്നു, കാപ്പി കുടിക്കുമ്പോൾ ഞാൻ ഈ കാപ്പി മേടിച്ച് എൻ്റെ ചെറുകുട്ടിനെ കൊടുത്തിട്ട് അതും തിന്നാൻ താമസിച്ചില്ല. അതും ഞാൻ പറഞ്ഞില്ല, അതും തിന്നാൻ താമസിച്ചില്ല. 11:30 മണിക്ക് കൊണ്ട് കൊടുക്കുന്ന കാപ്പിയും തിന്നാൻ താമസിച്ചില്ല. ലാസ്റ്റ് എടുത്ത് 12:20 സമയം ഞാൻ നോക്കി തന്നെ എൻ്റെ മൂല ഞാൻ നോക്കി 12:20 ഇവിടെ ഇറങ്ങുന്നത് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാരൻ്റി പഠിക്കുന്ന സമയത്ത് ഈ SI പറയുന്ന ഒറ്റ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം പറയുന്നത് ഇതാണ് ഞാൻ കേൾക്കുന്ന സംഭവം. ഒരു കാര്യം പറയണമെന്നപ്പോൾ ഇവൾ സാറേ എന്ന് വിളിച്ചുണ്ടെങ്കിൽ ഇവിടെ ചെല്ലുന്നു. എന്തൊരു സാറേ? ഈ കവടിയാറും ഈ അമ്പലമുക്കും ഭാഗത്ത് നിന്നെ കണ്ടുവരും, നാട് വിട്ടേ വിൽക്കുള്ളൂ. അതിനോട് തെറ്റെൻ്റെ ഭാര്യ ചെയ്തില്ലല്ലോ. സ്വർണം കിട്ടിയിട്ട് ഈ കിട്ടിയ കാര്യം പോലും അവളൊക്കെ പറഞ്ഞില്ല. പിന്നെ അവൾക്ക് അറിയാം, ബാക്കിയുള്ള കാര്യം അവൾക്ക് അറിയാം. അത്രയും മനോവിഷമമായിരുന്നു. ഒരു ഭർത്താവും സഹിക്കില്ല, ഒരു മക്കളും സഹിക്കില്ല. ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ 4 പേരും കൂടെ അകത്ത് തരും. കാര്യം കള്ളി എന്നുള്ളൊരു പേരായി പോകില്ല. ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. ഞങ്ങൾ ഒത്തുകൂടി ഇരുന്ന് ആലോചിച്ചത്. ഞങ്ങൾ 2 കൂടെ ആ ഒരു ലെവലെത്തിച്ചു. അതേ ഉള്ളൂ.